എന്നാ 7 വയസ്സുള്ളപ്പോ റസൂലുള്ള നിക്കാഹ് ചെയ്തിട്ട് 2 കൊല്ലം ആയിഷക്ക് ഒരു പിരീഡ് കൊടുത്തതെന്തിനാ? ഇമാം ബുഖാരിയുടെ ഹദീസ് നോക്കിയാ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 7 വയസ്സുള്ള ആയിഷാനെ നിക്കാഹ് ചെയ്ത് റസൂലുള്ള ഭാര്യ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോ, റസൂലുള്ള ആയിഷ ബീവിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഓനെ ഹൂറുള്ളീന്റെ പർദ്ദയല്ല, കാഞ്ചീപുരത്തിന്റെ പട്ടുസാരിയല്ല. റസൂലുള്ള ആയിഷക്ക് കൊണ്ടോണ പരിപാടി കളിക്കുന്ന പാവക്കുട്ടിയാ. ആയിഷ ബീവിനെ കാണാൻ റസൂലുള്ള ചെല്ലുമ്പോ കുട്ടികളുടെ ഇടയിൽ നിന്ന് പാവക്കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ. അപ്പൊ റസൂലുള്ളാഹിക്ക് മനസ്സിലായി ആയിഷക്ക് പക്വത വന്നിട്ടില്ല. അതുകൊണ്ട് 2 കൊല്ലം റബ്ബിന്റെ ഓർഡർ ഉണ്ടായി, നബിയേ അങ്ങയുടെ ഭാര്യാപരത്തിലേക്ക് ആയിഷനെ കൊണ്ടുവരാൻ 2 കൊല്ലം ആയിഷക്ക് സമയം കൊടുത്തു. ഭാഗ്യം നിങ്ങളുടെ മുഹമ്മദ് നബി ഇപ്പം ജീവിക്കാഞ്ഞത്. ഈ നൂറ്റാണ്ടിൽ ആ പുള്ളി ജീവിച്ചതിനെ ഉറപ്പായിട്ടും പോക്സോ കേസിന് പുള്ളി അകത്ത് പോയനെ, കമ്പി എണ്ണി അകത്ത് കിടന്നേനെ. പിന്നെ നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തണം. നിങ്ങളുടെ ചില മതപണ്ഡിതന്മാർ ഉസ്താദൊക്കെ പറഞ്ഞു കിടക്കുന്നത് 6-ാം വയസ്സിൽ കെട്ടി 9-ാം വയസ്സിൽ പൂശി. ഇതിലേതാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തണം. ഇപ്പം ഇയാൾ പറയുന്നത് 7-ാം വയസ്സിൽ കെട്ടി 9-ാം വയസ്സിൽ പൂശി. ഇതേതാണ് നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം വരുത്തണം. ഇത് കാരണം ഞങ്ങൾക്ക് തന്നെ വളരെ കൺഫ്യൂഷനാണ് എത്രാം വയസ്സാണെന്ന്. പിന്നെ ഈ ഉസ്താദ് ഭയങ്കര ഈണത്തിൽ ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹോളിനെസ്സാണ് കേൾക്കാൻ. നമുക്കിത് വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊന്ന് കേട്ട് നോക്കാം, എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. എന്നാ 7 വയസ്സുള്ളപ്പോ റസൂലുള്ള നിക്കാഹ് ചെയ്തിട്ട് 2 കൊല്ലം ആയിഷക്ക് ഒരു പിരീഡ് കൊടുത്തതെന്തിനാ? ഇമാം ബുഖാരിയുടെ ഹദീസ് നോക്കിയാ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 7 വയസ്സുള്ള ആയിഷാനെ നിക്കാഹ് ചെയ്ത് റസൂലുള്ള ഭാര്യ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോ, റസൂലുള്ള ആയിഷ ബീവിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഓനെ ഹൂറുള്ളീന്റെ പർദ്ദയല്ല, കാഞ്ചീപുരത്തിന്റെ പട്ടുസാരിയല്ല. റസൂലുള്ള ആയിഷക്ക് കൊണ്ടോണ പരിപാടി കളിക്കുന്ന പാവക്കുട്ടിയാ. ആയിഷ ബീവിനെ കാണാൻ റസൂലുള്ള ചെല്ലുമ്പോ കുട്ടികളുടെ ഇടയിൽ നിന്ന് പാവക്കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ. അപ്പൊ റസൂലുള്ളാഹിക്ക് മനസ്സിലായി ആയിഷക്ക് പക്വത വന്നിട്ടില്ല. അതുകൊണ്ട് 2 കൊല്ലം റബ്ബിന്റെ ഓർഡർ ഉണ്ടായി, നബിയേ അങ്ങയുടെ ഭാര്യാപരത്തിലേക്ക് ആയിഷനെ കൊണ്ടുവരാൻ 2 കൊല്ലം ആയിഷക്ക് സമയം കൊടുത്തു. അന്ന് ഈ ഇന്നത്തെ നിയമമൊക്കെ ഉണ്ടായിരുന്നേ ആലോചിച്ചേ, പുള്ളി ഇപ്പം എവിടെ കിടക്കേണ്ട ആളാന്ന്. ഇപ്പം എങ്ങനെയുണ്ട് കേട്ടിട്ട്? അടിപൊളിയല്ലേ? ഇതിന് ഇതുപോലത്തെ മ്യൂസിക് കേൾക്കണം, അപ്പം ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാവും എങ്ങനെയാണെന്ന്.